എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു മീൻകറി റെഡിയാക്കുമ്പോൾ നല്ല നെയ്യുള്ള മത്തിയോ അല്ലെങ്കിൽ വലിയ അയിലയോ നമ്മൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അന്നേരമാണ് കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ മീൻകറി എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. ഇവിടെ ഞാനിപ്പോൾ 1/2 കിലോ വലിയ അയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് കഴുകി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഈ കുരുമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ കുരുമുളക് നല്ലോണം അരഞ്ഞു കിട്ടും. ഇവിടെ ഇപ്പം നല്ലതുപോലെ കുരുമുളകും തക്കാളിയും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പ് വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരുപാട് എടുക്കണ്ട, കാരണം കറിക്ക് ഒരു വേറൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അരമുറി സവാള ആയാലും മതി. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് 2ആയിട്ട് കീറി അതും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സുഹൃത്തുക്കൾ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് ഞങ്ങൾക്കുള്ള സപ്പോർട്ട്. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. ഇവിടെ ഇപ്പോൾ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഈ കുരുമുളകിൻ്റെ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന കുരുമുളകും തക്കാളിയും കൂടെ ആ ഒരു അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഏകദേശം ഇതിൻ്റെ ഒരു എണ്ണ തെളിയുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഈ മസാലയൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ഇപ്പോൾ തന്നെ അരപ്പെല്ലാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് കുരുമുളക് അരച്ചല്ലോ, ആ ജാറിനകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം നല്ലോണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഗ്രേവിക്ക് മീനും പിടിക്കുന്ന രീതിയിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുടംപുള്ളിയും അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുടംപുളിക്ക് പകരം പിഴുപുളി ആയാലും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് പുളി ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഗ്രേവി എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് മീനൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിവിടെ കറി എന്തായാലും നോക്കാം. നല്ല ഗ്രേവിയെല്ലാം നല്ലോണം തിളച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിൽ ഗ്രേവി വേണ്ടവർക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മീനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ തീ നല്ലതുപോലെ കുറച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇനി എപ്പോഴും സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇടക്കലും ചട്ടി ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയോ ചെയ്യാവുള്ളൂ. അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി റെഡി ആയിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ എരിയും പച്ചമുളകിൻ്റെ എരിയും ഉപ്പും എല്ലാം നല്ലതുപോലെ മീനിൽ ഇങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു അയില കുരുമുളക് ഇട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിയുടെ കൂടെ ഞാൻ കഴിക്കാൻ എടുത്തിരിക്കുന്നത് നല്ല ചൂട് കപ്പ ഒഴിച്ചതാണ്. ചൂട് കപ്പ ഒഴിച്ചെടുത്തു. അതിൻ്റെ കൂടൊപ്പം തന്നെ ഈ ഒരു മീൻകറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു. ഇതിൻ്റെ കുറച്ച് ഗ്രേവി എടുത്ത് കപ്പയുടെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ എടുത്ത് ഒന്ന് കഴിക്കണം. എൻ്റെ പൊന്നോ പോളി ടേസ്റ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.